അപ്പോൾ നമ്മൾ കറുകമാല കെട്ടാൻ പോവുകയാണ്. ദശപുഷ്പമാലയാണ്, എന്നിരുന്നാലും കറുകമാല എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അതിന് ആദ്യം തയ്യാറാക്കേണ്ടത് ഇലയാണ്. ഇല നല്ല വീതിയുള്ള ഇലയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ വീതി കുറഞ്ഞ ഇലയാണെങ്കിൽ കൂട്ടിക്കെട്ടേണ്ടി വരും. ഇതിപ്പോൾ വീതിയുള്ള ഇലയാണ്. അപ്പോൾ ഒരു ഇല കഷ്ണം എടുത്തിട്ട് എത്ര മാല കെട്ടണോ അത്രയും വലിയ ഇല എടുക്കണം. അത്രയും ഇതിപ്പോൾ 2 മാലയെ വേണ്ടു, എന്നാലും ഒരു കഷ്ണം വാട്ടിയെടുത്ത് വാട്ടിക്കഴിഞ്ഞു നോക്കാൻ വേണ്ടി. വാടി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നിങ്ങനെ ചുരുട്ടുക. അതായത് ഈ ചുരുട്ടി കഴിഞ്ഞാലാണ് അതിൻ്റെ വാട്ടം ശരിയായി. എന്നുവെച്ചാൽ മാല കെട്ടണമെങ്കിൽ അതിനെ പിരിക്കണം. അപ്പോൾ പിരിയുമ്പോൾ പടപടയെന്ന് പൊട്ടില്ലേ പച്ചയിലയാകുമ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ ചീന്തിയെടുക്കുക, ഒരു കഷ്ണം. എന്നിട്ട് ഇങ്ങനെ പിരിക്കണമെങ്കിൽ നല്ലോണം വാടണം, ഒരു വള്ളി പോലെയാക്കണം. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒന്ന് ചുരുട്ടി നോക്കാം. പടപടെ ശബ്ദം കേൾക്കണമെങ്കിൽ വീണ്ടും നമ്മളൊന്ന് വാട്ടണം.